അപ്പോൾ ഞാനിവിടുന്ന് പുറത്തു പോയിട്ട് എൻ്റെ ഒരു EC മെമ്പറിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണലായ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രോബ്ലം അല്ല, അത് എൻ്റെയും ആ വ്യക്തിൻ്റെ ഇടയിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് ജാനുവരിയിൽ ആ കുട്ടി 3 കംപ്ലയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വ്യക്തിൻ്റെ ഇതിൽ അത് അവർ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് അവരുടേതായ പേഴ്സണൽ രീതിയിൽ ആ കംപ്ലയിൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് നടന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇത് ടിനി ചേട്ടൻ്റെ അല്ല. മെയ് 12 അവർ ആ കുട്ടി വന്നിട്ടില്ല. മെയ് 2 ആ കുട്ടി വന്നത്. മാർച്ച് 2 ലാസ്റ്റ് EC മീറ്റിംഗ് മാർച്ച് 2 ആയിരുന്നു. അതിൽ നോമ്പ് നടക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിങ്ങിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്. അതിന് ഒരു കുറവുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും മുകളിൽ കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മളോട് പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ വാക്കുകൾ നമ്മുടെ ECയിൽ 17 ആൾക്കാരാണ് EC മെമ്പേഴ്സ്. ഒരാൾ അങ്ങനെ പറയുമ്പോൾ 16 ആൾക്കാർ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ജാനുവരിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ കംപ്ലയിൻറ്റ് വേറെ എന്തോ ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പോലീസ് കേസായിരുന്നു. ആ പോലീസ് കേസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ഒരു വ്യക്തിൻ്റെ കൂടെയുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മ പരിഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് വെൽഫെയർ ഓർഗനൈസേഷൻ അല്ല, ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. ഇതിന് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കംപ്ലയിൻറ്റ്സ് ഒന്നും പരിഗണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക വർക്ക് ചെയ്യാണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അവർ പേഴ്സണൽ അമ്മേ അല്ല. നമ്മൾ അറിയുന്നത് തന്നെ ജാനുവരിയിലാണ്. ഇത് ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ അവർ പോലീസ് കേസ് കൊടുത്തതാണ്. അത് നമ്മൾ ഇന്നാണ് അറിയുന്നത്, നിങ്ങൾ വഴി. നമ്മളിവിടെ ഇല്ല. 1:30 മണിക്കാണ് നിങ്ങളുടെ പോസ്റ്റ് വന്നത്. 1:30 മണിക്കാണ് ഈ കംപ്ലയിൻറ്റ് വന്നത്. 2 മണിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ മെയിലിൽ അമ്മയുടെ. അത് നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ടിനിയേട്ടനോട് സംസാരിക്കുമ്പോൾ ഞാൻ മെയിലിൽ നോക്കിയപ്പോൾ 2 o'clock ഒരു മെയിൽ വന്നിട്ടുണ്ട്. 2 മണിക്ക് ഷാർപ്പ്. യെസ്, അത് 2 മണിക്ക്. യെസ്, 2 മണിക്കാണ് മെയിൽ വരുന്നത്. വന്നു 2 മണിക്ക്. അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കുള്ളൂ. അത് നമ്മൾ മീഡിയ വഴി. വെരി സാഡ് തിങ് ഈസ് ഈ ECയിൽ ഇരിക്കുന്ന മെമ്പേഴ്സാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്ക് നമ്മുടെ ബൈലോൻ്റെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. ദാറ്റ് അമ്മേൻ്റെ ഓരോ കാര്യങ്ങളും അമ്മേൻ്റെ ഉള്ളിലേ ചർച്ച നടക്കുള്ളൂ. അപ്പോൾ ഈ മീഡിയയിൽ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ അവരെല്ലാവരും കാരണമാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നത്തിങ് ടു ഡു വിത്ത് ഈ രാജിവെക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു കാര്യം അറിയിച്ചാണ് അൻസിബ രാജിവെച്ചത്, വ്യക്തിപരമായ കാരണങ്ങളും മറ്റു തിരക്കുകളും. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷ്യം എന്താണ്? ഇന്നൊരു പരിപാടി പ്രധാനമായും അമ്മയുടെ നടക്കുന്നു, ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഒരു ആരോപണം വരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? സംശയമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ചിരിയിലും ഉണ്ട്. അല്ല, അത് ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. അതൊക്കെ ഞാൻ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. മെയ് 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ് 23. അപ്പോൾ വൈ നോട്ട് ബിഫോർ ദിസ്? വൈ ഓൺലി ടുഡേ? I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് EC മെമ്പറാണ്. നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിൻ്റെ ഉത്തരം തരികയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയും കാര്യങ്ങളും ഉള്ള ആളുകൾ തന്നെ പറയുന്നു. അതിനുശേഷം ഇങ്ങനെയൊരു കാര്യം വരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ കാര്യങ്ങളോ ഈ അടുത്ത കാലത്തെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്.
എന്തെങ്കിലും തരത്തിലുണ്ട് എന്ന് സംശയിക്കുന്നു? എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മേൻ്റെ ഉള്ളിൽ നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരുപാട് സൊല്യൂഷൻസും എടുത്തിട്ടുണ്ട്. ആൻഡ് കുറേ കാര്യങ്ങൾ ഇനിയും ചർച്ചകൾ ബാക്കിയുണ്ട്.